ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് 2007 മോഡൽ ഇന്നോവയാണ്. മാക്സിമം ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇന്നോവയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് നമ്മളിവിടെ വർക്കിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ ഫെൻഡറായാലും ഓറുകളായാലും അതേപോലെ തന്നെ ക്വാർട്ടർ പാനലായാലും മൊത്തത്തിൽ ഡെൻ്റ് ഉണ്ട് വണ്ടി. അതേപോലെ തന്നെ ഒരുപാട് പുട്ടി ടച്ചപ്പ് ഒരുപാട് ചെയ്തിരിക്കുന്ന കാരണം പുട്ടി ഒരുപാട് കയറിയൊരു വണ്ടിയാണ്. പെയിൻറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ബബിൾസ് വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. നമ്മളുടെ ക്വാർട്ടർ ആയാലും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അതേപോലെ ഡിക്കി ആയാലും ഫുൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡെൻറ്റിങ് വർക്കുള്ള ഒരു ഇന്നോവയാണ്. കൂടെ തന്നെ ഒരുപാട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇന്നോവയാണ്. ഇപ്പോൾ നമ്മളുടെ വീലാർച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നല്ല തുരുമ്പുണ്ട്. അതേപോലെ ഈ സൈഡായാൽ പോലും മൊത്തത്തിൽ ബോഡി ഡെൻറ്റിങ് ആണ്, ഷേപ്പ് ഔട്ടാണ് വണ്ടി മൊത്തത്തിൽ നോക്കണമെങ്കിൽ. സ്റ്റിക്കർ റിമൂവ് ചെയ്ത കട്ടിങ് ഉണ്ട്, ബാക്ക് ഡിക്കി. അതേപോലെ തന്നെ ഈ സൈഡിലെ വീലാർച്ചിൻ്റെ ഉള്ളിലായാലും തുരുമ്പാണ്, ഹോൾസ് വീണിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് വർക്ക് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിൽവർ കളർ ഇന്നോവ ഇന്നോവയുടെ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാച്ച് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ അതെ ഡോറ് ഡെൻറ്റിങ് ഉണ്ട്. അതേപോലെ തന്നെ അതെ ഇവിടെ ഹോൾസ് ആയിരുന്നു, പാച്ച് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യണം. ഇതെല്ലാം അയച്ച് ഹോൾസ് ഉണ്ട് കേട്ടോ, ഓന്നുണ്ട്. അതേപോലെ അതെ സൈഡും ഇത്ര ഭാഗം പീസ് വെല്ല ചെയ്ത് കയറ്റി ഇവിടെ പീസ് വെച്ചു. അത് മറിക്കുമ്പോൾ ആണ്.
നമ്മുടെ സിൽവർ വണ്ടി ഈ ഒരു കണ്ടീഷനായിട്ടാണ്. വണ്ടി ബോഡി ഷേപ്പിങ്, അതേപോലെ തന്നെ ഡെൻറ്റിങ്, ബോഡി ഫില്ലിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. വണ്ടി പെയിൻറ്റിങ് ആയതുകൊണ്ടുണ്ടെങ്കിൽ പ്രൈമർ കോട്ട് ഫുള്ളായിട്ടാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബേസ് കോട്ട് അടിക്കുകയാണ്. നമ്മളെ ഫസ്റ്റ് ബേസ് പെയിൻ്റ് അല്ല, അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്സിയുടെ പെയിൻറ്റ് വരുന്നത്. നമ്മളതിൻ്റെ സിൽവർ ആയതുകൊണ്ട് തന്നെ സിൽവറിൻ്റെ ബേസ് കോട്ട് അടിക്കുകയാണ്. അതിനുശേഷമാണ് ക്യാപ്സിയുടെ പെയിൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഡെല്ലി വർക്ക് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. ഫുള്ളായിട്ട് ഗ്ലാസിൻ്റെ അവിടെയൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഗ്ലാസ് റിമൂവ് ചെയ്ത് ആ പാനലൊക്കെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫുൾ നല്ല രീതിയിൽ ബോഡി ലെവലിങ് ചെയ്ത് പക്കയായിട്ട് വണ്ടി പെയിൻറ്റിങ് ആണ് കേട്ടോ. നമ്മളുടെ ബേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേസ് അടിച്ചതിന് ശേഷം 800-ൻ്റെ ML യൂസ് ചെയ്തിട്ട് ഇതേപോലെ വാട്ടർ കട്ട് കിട്ടുക. ഒന്നും കൂടിയും സ്മൂത്താകാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് വാട്ടർ കട്ട് ചെയ്യും. അതിന് ശേഷം ഇതൊന്നുകൂടിയും വണ്ടി ഹീറ്റ് ചെയ്തിട്ടാണ് പെയിൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിരിക്കും. വീഴണ പെയിൻറ്റ് നല്ല ഫിനിഷിങ് സ്മൂത്തായി വീഴും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ ഫൈനലി നമ്മുടെ സിൽവർ കളർ ഇന്നോവ ഫുള്ളായിട്ട് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ ഒരു കണ്ടീഷനായിരുന്നു മുന്നേ. ഈ ഒരു കണ്ടീഷൻ വണ്ടീനെ നമ്മളത് ഈ ഒരു കണ്ടീഷനാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2011 മോഡൽ ഇന്നോവ ആയിരുന്നു, ഒരു ടാക്സി വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ പേൾ വൈറ്റാണ് അടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ബാക്കിൽ അഡീഷണൽ സെറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് അണ്ടർ ക്രോം കൊടുത്തിട്ടുണ്ട്, യു ക്രോം ചെയ്തിട്ടുണ്ട്, പിന്നെ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ ഒരു ക്രോം ചെയ്തിട്ടുണ്ട്, മെട്രിക്സ് ടൈപ്പ് ബമ്പർ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാർക്ക് വരും, ബ്രേക്ക് വരും, ഇൻഡിക്കേറ്ററും വരും, LED ടൈപ്പ് ടൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ പിന്നെ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ വിൻഡോയിൽ വരുമ്പോൾ വിൻഡോ ക്രോം ചെയ്തിട്ടുണ്ട് ഫുൾ ഔട്ടർ. അതേപോലെ ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ പ്രൊട്ടക്ഷൻ ക്രോമും ചെയ്തിട്ടുണ്ട്, ഫുള്ളാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ടൈപ്പ്, അതേപോലെ തന്നെ പാർക്കും വരുന്ന മിറർ ക്രോം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ DRL ഹെഡ്ലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ഗ്രില്ല്
വൈറ്റ്, അതായത് ബോഡിക്ക് വരുന്ന സെയിം കളർ തന്നെ ഗ്രില്ലിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അടിച്ചിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞതനുസരിച്ച്. പിന്നെ ഫോഗ് ലാമ്പ്, സാധാരണ നമ്മൾ കൊടുക്കണ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അകത്തേക്ക് വരുമ്പോൾ സ്പോർട്ടി ടൈപ്പ് തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ നോർമൽ സീറ്റും ബാക്ക് നോർമൽ സീറ്റുമാണ്. ഫ്രണ്ട് മാത്രം ഈ ഒരു ടൈപ്പിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. നാപ്പ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡബിൾ സ്റ്റിച്ചിങ് ആണ്, സ്റ്റിച്ചിങ്ങുകൾ കാണാം, ഡബിൾ സ്റ്റിച്ചിങ് ആണ്, നൈലോൺ സ്റ്റിച്ചിങ് ആണ്. ഇപ്പോൾ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മെറ്റീരിയൽ. അതേപോലെ സെൻറ്ററിൽ ഹാൻഡ് റെസ്റ്റും അടിച്ചിട്ടുണ്ട്, ഗിയർ ലിവർ, സ്റ്റീറിംഗ് വീല്, അതേപോലെ ഈ ഡോർ പാഡിൻ്റെ ഈ ഭാഗങ്ങൾ വാഷിംഗ് ബാക്കിയാണ് വണ്ടി. അതേപോലെ സെൻറ്ററിൽ വരുമ്പോൾ നോർമൽ ടൈപ്പ് സീറ്റാണ്. അതൊരു ബ്ലാക്ക് ആൻഡ് ഈ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലും നോർമൽ ടൈപ്പ് കേട്ടോ. അങ്ങനെയാണ് ഇൻസൈഡിലെ കാര്യം. ഇതൊരു 2009 മോഡൽ ഇന്നോവ ആയിരുന്നു. ടൈപ്പ് 4 ആക്കിയ വണ്ടിയായിരുന്നു. പക്ഷേ അതിൽ ടൈപ്പ് 4 ആക്കിയപ്പോൾ അതിൻ്റെ ബോണറ്റായാലും ബോഡി ഭാഗങ്ങളായാലും ഒരുപാട് പൊട്ടി കയറ്റിയിരുന്നു. അതാണ് വണ്ടി മങ്ങി നിൽക്കായിരുന്നു, ഓഫായി നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾക്കത് ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്ന ഒരു വണ്ടിയായിരുന്നു. നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്തു. അതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്തു, ഗ്രില്ല്, അതുപോലെ തന്നെ ബമ്പർ, ഫോഗ് ലാമ്പ് സാധനങ്ങളെല്ലാം പുതിയത് റീപ്ലേസ് ചെയ്തു, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തു. അതുപോലെ മൊത്തത്തിൽ 1G3 എന്ന് പറയുന്ന കളറാണ് അടിച്ചിരിക്കുന്നത്. ആ ഒരു ഡാർക്ക് ഗ്രേ, ഇന്നോവയ്ക്ക് വരുന്ന തന്നെ ഡാർക്ക് ഗ്രേ അടിച്ചിരിക്കുന്നു. വണ്ടി മൊത്തത്തിൽ പുട്ടി മാക്സിമം റിമൂവ് ചെയ്ത് ഫുൾ കോട്ട് പെയിൻറ്റിങ് ചെയ്ത് ക്ലിയറാക്കി എടുക്കുക ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ബമ്പറുമ്പോൾ മെട്രിക്സ് ടൈപ്പ് ബമ്പർ ഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നോർമൽ ടൈലായിട്ടാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നോർമൽ ക്രോമും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ഹെഡ്ലൈറ്റ് മാത്രമാണ് പ്രൊജക്ടറാക്കി, മെട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററും കൊടുത്തു ഹെഡ്ലൈറ്റിൽ. അങ്ങനെയാണ് ഈ വണ്ടി ഫുള്ളും വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2009 മോഡൽ ഇന്നോവ ആയിരുന്നു ഇത്.